السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأتباعه إلى يوم الدين. وبعد. صحيح البخاري باب الدين يسر وقول النبي صلى الله عليه وسلم أحب الدين إلى الله الحنيفية السمحة എന്നത് മുതലാണ് നമുക്കിന്ന് ഓതാനുള്ളത്. നാം ഇതുവരെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരുന്നത് കുറച്ച് വിശദമായ രീതിയിലാണ്. നമുക്ക് സിലബസിൻ്റെ കൂടെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഷറഹിലേക്ക് ക്ലാസ്സിൽ നമ്മുടെ ശ്രദ്ധ കൂടുതൽ പോകില്ല. അത് നിങ്ങൾക്ക് സ്വതന്ത്രമായി നോക്കാൻ സാധിക്കും. നിങ്ങളുടെ സംശയങ്ങൾ പങ്കുവച്ചാൽ അതിൽ നമുക്ക് പറയാനുള്ളത് ഔദ്യോഗിക ക്ലാസ്സിൻ്റെ ഭാഗമല്ലാതെ പറയാം. قال الإمام البخاري رحمه الله حدثنا عبد السلام بن مطهر قال حدثنا عمر بن علي عن معن بن محمد الغفاري عن سعيد بن أبي سعيد المقبري عن أبي هريرة رضي الله عنه وعنهم جميعا عن النبي صلى الله عليه وسلم قال إن الدين يسر ولن يشاد الدين أحد إلا غلبه فسددوا وقاربوا وأبشروا واستعينوا بالغدوة والروحة وشيء من الدلجة. إن الدين يسر ولن يشاد الدين أحد إلا غلبه. ദീനിൻ്റെ കാര്യത്തിൽ മുബാലഗത്ത് കാണിക്കുകയാണെങ്കിൽ ആരെങ്കിലും ദീൻ അവിടെ മഗ്ലൂബായി നിൽക്കില്ല. ദീൻ എന്തായാലും മവാലിബാകും. ഇവൻ തന്നെയായിരിക്കും മഗ്ലൂബ്. ആരാണോ മുബാലഗത്ത് കാണിക്കുന്നത് അവൻ തന്നെയായിരിക്കും മഗ്ലൂബ്. ദീൻ എപ്പോഴും മവാലിബായി നിൽക്കും. ദീൻ അവിടെ മഗ്ലൂബാകൂല എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ന ദീന യുസ്റുൻ വലൻ യുശാദ്ദ ദീന അഹദൻ ഇല്ലാ ഗലബഹ ലാ യുകല്ലിഫു അഹദുൻ നഫ്സഹു മിനൽ ഇബാദത്തി ഫൗഖ ത്വഅതിഹി. അങ്ങനെ ഒന്നും സംഭവിക്കൂല. ഇല്ലാ ഗലബദ്ദീൻ ഇല്ലാ ഗലബഹുദ്ദീൻ. فسددوا وقاربوا وأبشروا واستعينوا بالغدوة والروحة وشيء من الدلجة. ഇതാണ് ഇവിടെ പറഞ്ഞത്. ബാബിൻ്റെ തർജുമയുടെ കൂടെ അഹബ്ബു ദീനി ഇലല്ലാഹി അൽ ഹനീഫിയ്യത്തു സമഹ എന്ന ഹദീസിൻ്റെ ഭാഗം കൊണ്ടുവന്നു. അൽ ഹനീഫിയ്യത്തു സമഹ മില്ലത്ത് ഇബ്രാഹിം, ഇതാണ് ഹനീഫിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ്സംഹ എന്ന് പറയുമ്പോൾ അസ്സഹില എന്നർത്ഥം. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീക്കും ഇബ്രാഹിം. സഹിലാണ്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീക്കും ഇബ്രാഹിം.
ഫസദ്ദിദു വഖാരിബു വഅബ്ശിറു. സദ്ദിദു എന്ന് പറയുമ്പോൾ ഇൽസമുസ്സദാദ്, വഖൂലു ഖൗലൻ സദീദ എന്നൊക്കെ നമ്മൾ പൊതുവെ ഓതാറുള്ളൊരു ആയത്തിലുള്ളതാണല്ലോ. ഇൽസമുസ്സദാദ്, എപ്പോഴും നല്ല നേരായ സദാദിൻ്റെ വഴി സ്വീകരിക്കുക. സ്വവാബ് എന്നാണ് സദാദ്. മിനോലി ഇഫ്രാത്തിൻ വല തഫ്രീത്തിൻ എന്നർത്ഥം. അതായത് എപ്പോഴും തവസ്സുത്താണ് വേണ്ടത്. ഫില്ലം ഇഫ്രാത്ത് വേണ്ട, തഫ്രീത്ത് വേണ്ട. വഖാരിബു, പൂർണ്ണത നിങ്ങൾക്ക് എത്താൻ സാധിക്കൂലെങ്കിലും നിങ്ങൾക്കാവുന്ന അളവിൽ പൂർണ്ണതയിലെത്താൻ നിങ്ങൾ ശ്രമിക്കുക. വഅബ്ശിറു, അങ്ങനെ നിങ്ങൾക്ക് സ്ഥിരമായി കൊണ്ടെടുക്കാൻ പറ്റുന്ന ചെറിയ അളവിലുള്ള കാര്യങ്ങൾ സ്ഥിരമായി കൊണ്ട് നടക്കുമ്പോൾ ആ സവാബ് കിട്ടുമെന്ന വിഷയത്തിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ. ബിസവാബി അലല്ലമലി ദാഇമി വ ഇൻ ഖല്ല വസ്തഈനു ബിൽ ഖുദവത്തി വറൂഹ. ഖുദവത്ത് എന്ന് പറയുമ്പോൾ സൈർ അവ്വലൻ നഹാറാണ്. റൗഹത്ത് എന്ന് പറയുമ്പോൾ സൈർ ബഅദ സവാലാണ്. രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ ഉള്ള യാത്ര, ആ യാത്ര കൊണ്ടൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് സഹായം സ്വീകരിക്കുക. വശൈഇൻ മിന ദുൽജ, രാത്രിയിൽ നിന്ന് അല്പഭാഗവും. വശൈഇൻ മിന ദുൽജ, ദുൽജത്ത് രാത്രിയുടെ അവസാന ഭാഗം നടക്കുക, സൈർ യാത്ര പോവുക, സൈർ ആഖിറുൽ ലൈൽ, ഇതാണ് ദുൽജ. പക്ഷേ ഇവിടെ ഹദീസിൽ പ്രവാചകർ നേരെ വശൈഇൻ മിന ദുൽജ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ പദപ്രയോഗം തന്നെ അല്പം എന്നറിയിക്കുന്നു. എന്നാൽ ദുൽജ എന്ന പദം ഉപയോഗം തന്നെ സൈർ ആഖിറുൽ ലൈൽ എന്നാണ്. അപ്പോൾ അതിൽ കുറഞ്ഞ ഭാഗത്ത് അതും ചെയ്യുക എന്ന്. അപ്പോൾ ഇബാദത്തുകൾക്ക് നിങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാത്രിയുടെ അവസാന ഭാഗത്തുമൊക്കെ നിങ്ങൾ പോവുക. ആ യാത്ര കൊണ്ട് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സദാദിലാക്കാൻ സഹായം സ്വീകരിക്കുക. ബാബുൻ അസ്സലാത്തു മിനൽ ഈമാൻ. വഖൗലുല്ലാഹി തആല വമാ കാനല്ലാഹു ലിയുദിഅ ഈമാനക്കും. ഇവിടെ ലിയുദിഅ ഈമാനക്കും എന്നാണ് അള്ളാഹു ഉപയോഗിച്ചത്. ഖിബ്ല ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭാഗത്തുനിന്ന് കഅബയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട് അങ്ങനെ തഹവ്വുലുൽ ഖിബ്ല നടക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ അവസ്ഥ എന്ത് എന്നുള്ള ഒരു ചോദ്യം സഹാബത്തിനിടയിൽ ഉണ്ടായിരുന്നു. സ്വാഭാവികമാണ്. അതുവരെ അവർ നിസ്കരിച്ചിരുന്നത് ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. പിന്നീട് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കാരം ആവുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളുടെ നിസ്കാരം എന്താണ്? ഇതിൻ്റെ മുമ്പ് അവർ നിർവഹിച്ച നിസ്കാരത്തിൻ്റെ ഹുക്ം എന്താണ്? ഈ സംശയങ്ങൾക്ക് മറുപടിയായിക്കൊണ്ടാണ് ഖുർആൻ വമാ കാനല്ലാഹു ലിയുദിഅ ഈമാനക്കും എന്ന് പറഞ്ഞത്. അവിടെ ഈമാൻ എന്ന് ഉപയോഗിച്ചു സ്വലാത്തക്കും എന്നർത്ഥത്തിന്. ബാബ് അതുതന്നെയാണ് അസ്സലാത്തു മിനൽ ഈമാൻ, യാനി സ്വലാത്തക്കും ഇൻദൽ ബൈത്ത്. ആ നിസ്കാരം ബൈത്തുൽ മഖ്ദിസിലേക്ക് ആയിരുന്നു, കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നില്ലല്ലോ. حدثنا عمرو بن خالد قال حدثنا زهير قال حدثنا أبو إسحاق عن البراء بن عازب رضي الله عنه وعنهم جميعا أن النبي صلى الله عليه وسلم كان أول ما قدم المدينة نزل على أجداده وقال أخواله من الأنصار. ഇത് പിന്നീട് റാവിക്ക് വന്ന സംശയമാണ്.
ബറാഇബ്നു ആസിബ് എന്നവർ നസല അല അജ്ദാദിഹി എന്നാണോ നസല അല അഖ്വാലിഹി എന്നാണോ പറഞ്ഞത് എന്ന്. നസല അല അജ്ദാദിഹി ഔ ഖാല അഖ്വാലിഹി മിനൽ അൻസാർ വഅന്നഹു സ്വല്ലാ ഖിബല ബൈത്തുൽ മഖ്ദിസ് 16 ശഹ്റ ഔ 17 ശഹ്റ. 16 മാസം 17 മാസമൊക്കെ ബൈത്തുൽ മഖ്ദിസിൻ്റെ ഭാഗത്തേക്ക് എറിഞ്ഞുകൊണ്ടാണ് നിസ്കരിച്ചിട്ടുള്ളത്. വകാന യുഅ്ജിബുഹു അൻ തകൂന ഖിബ്ലതുഹു ഖിബ്ലൽ ബൈത്ത്. അത് പ്രവാചകർക്ക് ഇഷ്ടമായിരുന്നു കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്നുള്ളൊരു സാഹചര്യം വരണം, ഖിബ്ല കഅബയാവണമെന്ന് പ്രവാചകർക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഓർഡർ കിട്ടാതെ ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ബൈത്തുൽ മഖ്ദിസിലേക്കായിരുന്നു പ്രവാചകരുടെ നിസ്കാരം, സ്വഹാബത്തും ആദ്യ സമയത്ത്. വഅന്നഹു സ്വല്ല അവ്വല സ്വലാത്തിൻ സ്വല്ലഹ. കഅബയിലേക്ക് എറിഞ്ഞുകൊണ്ട് നിസ്കരിച്ച ആദ്യത്തെ നിസ്കാരം സ്വലാത്തുൽ അസ്ർ ആണ്. ഇവിടെ ആദ്യത്തെ നിസ്കാരം സ്വലാത്തുൽ അസ്ർ എന്ന് പറയുമ്പോൾ അലൽ ഇത്ലാഖ് ആദ്യത്തെ നിസ്കാരം ആവണമെന്നില്ല ഉദ്ദേശം. ഈ വിഷയത്തിൽ തഹ്ഖീഖ് പ്രവാചകർ ആദ്യമായി കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച ളുഹ്ർ നിസ്കാരമാണ് എന്നാണ്. അത് ബനു സലമ ഗോത്രത്തിൽ വെച്ചായിരുന്നു പ്രവാചകർ നിസ്കരിച്ചിരുന്നത്. ബിശ്ർ ബിനുൽ ബറ എന്നിവർ വഫാത്തായ സമയത്ത് അവിടെ വെച്ചാണ് തഹ്വീലുൽ ഖിബ്ല എന്ന് സംഭവിച്ചത്. ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് കഅബയിലേക്ക് മാറുന്നത് അത് ളുഹ്ർ നിസ്കാരമായിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത് വഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ല അവ്വല സ്വലാത്തിൻ സ്വല്ലഹ സ്വലാത്തുൽ അസ്ർ. കഅബയിലേക്ക് എറിഞ്ഞ ആദ്യത്തെ നിസ്കാരം അസ്ർ നിസ്കാരമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ളുഹ്ർ നിസ്കരിച്ചത് ബനു സലമയിൽ വെച്ചാണല്ലോ. മദീന പള്ളിയിൽ വെച്ച് മസ്ജിദ് നബവിയിൽ വെച്ച് നടന്ന കഅബയിലേക്കുള്ള ആദ്യത്തെ നിസ്കാരം അത് സ്വലാത്തുൽ അസ്ർ അങ്ങനെ ആയിരിക്കണം, അതായിരിക്കണം ഇവിടെ ഉദ്ദേശം. അങ്ങനെയാണ് ഇതിനെ തഹ്ഖീഖാക്കിയിട്ടുള്ളത് ശുറാഹ്. ഈ ഖിബ്ലയുടെ മാറ്റം നടക്കുന്നത് റജബ് പൗതിയിലായിരുന്നു, ഹിജ്റ 2-ാം വർഷം. അങ്ങനെയാണ് ജുംഹൂറും പറഞ്ഞിട്ടുള്ളത്. വസല്ല മഅഹു ഖൗമൻ ഫഖറജ റജുലുൻ മിമ്മൻ സല്ല മഅഹു. ആ റജുൽ എന്നുള്ളത് അബ്ബാദ് ബിൻ ബിശ്ർ ആണ് എന്ന് പറയുന്നു. അബ്ബാദ് ബിൻ ബിശ്ർ ബിൻ ഫീള. ഫമറ അല അഹ്ലി മസ്ജിദിൻ വഹും റാക്കിഊൻ ഫഖാല അഷ്ഹദു ബില്ലാഹ്. അപ്പോൾ ഒരു പള്ളിയിലെ ആളുകൾ നിസ്കരിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് എത്തുകയാണ് ഇവർ. റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിന്ന് റസൂലുള്ളാഹിൻ്റെ കൂടെ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച ഒരു സഹാബി അബ്ബാദ് ബിൻ ബിശ്ർ ആയിരിക്കും. അവർ ഇങ്ങനെ ഒരു അഹ്ലു മസ്ജിദ് വഹും റാക്കിഊൻ ഇലാ ബൈത്തുൽ മഖ്ദിസ് എന്നർത്ഥം. അവരുടെ നിസ്കാരം അങ്ങോട്ടായിരുന്നു. ഫഖാല അഷ്ഹദു ബില്ലാഹ്, അഹ്ലിഫു ബില്ലാഹ് എന്നർത്ഥത്തിനാണ്, സത്യം ചെയ്ത് പറയാം. ലഖദ് സ്വല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബല മക്ക. ബൈത്തുൽ മഖ്ദിസിൻ്റെ ഭാഗത്തേക്ക് അല്ല, മക്കയിലെ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രവാചകർ നിസ്കരിച്ചു, ഞങ്ങൾ കൂടെ നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിച്ച കൂട്ടത്തിലൊരാളാണ് ഞാൻ. സ്വല്ലൈതു മഅ റസൂലില്ലാഹ്. അങ്ങനെ അദ്ദേഹം അറിയിച്ചപ്പോൾ ഫദാറു കമാഹും, സഹാബത്താണ്, അവർക്കൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിന് മുൻ അറിവും മുൻ വിവരമൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ കൃത്യമാണ് അവരുടെ പ്രവർത്തനങ്ങൾ. ഫദാറു കമാഹും, അവർ നിസ്കാരം മുറിച്ചിട്ടൊന്നുമില്ല. ആ നിസ്കാരത്തിലായിരിക്കെ അവർ റുക്കുവിലാണല്ലോ പറയുന്നത്. അവർ നേരെ ബൈത്തുൽ മഖ്ദിസിൻ്റെ ഭാഗത്ത് നിന്ന് കഅബയുടെ ഭാഗത്തേക്ക് മാറി തിരിഞ്ഞു, കറങ്ങി. ഫദാറു കമാഹും, ഫദാറു കമാഹും ഖിബലൽ ബൈത്ത്, കഅബാലയത്തിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. വക്കാനത്തിൽ യഹൂദ ഖദ് അഅജബഹും. ഇത് മിക്കവാറും ഖുബാ പള്ളിയിൽ വെച്ചായിരിക്കണം ഇങ്ങനെ സമാനമായ സംഭവം ഖുബാ പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് കാണാം. അപ്പോൾ ഖുബാ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സുബഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ സംഭവം നടക്കുന്നത്. അങ്ങനെയാണ് ശുറാഹ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അതങ്ങനെയാണ് എന്ന് മനസ്സിലാക്കലാണ് ശുറാഹിൻ്റെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ബോധ്യമാവുക.
فقال أشهد بالله لقد صليت مع رسول الله صلى الله عليه وسلم قبل مكة فداروا كما هم قبل البيت وكانت اليهود قد أعجبهم إذ كان يصلي قبل بيت المقدس. അതവർക്ക് ഇഷ്ടമായിരുന്നു ജൂതന്മാർക്ക് ബൈത്തുൽ മഖ്ദിസിൻ്റെ ഭാഗത്തേക്ക് പ്രവാചകർ നിസ്കരിക്കുന്നു എന്നുള്ളത്. വഅഹ്ലുൽ കിതാബ്, അവർക്കൊക്കെ അത് ഇഷ്ടമായിരുന്നു എന്ന്. യഹൂദികളും നസോറക്കോ അതാണല്ലോ ഇപ്പോൾ അഹ്ലുൽ കിതാബ്. ഫലമ്മ വല്ല വജഹു ഖിബലൽ ബൈത്ത്, അങ്ങനെ പ്രവാചകർ പിന്നെ നിസ്കാരം കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടാക്കിയപ്പോൾ അങ്കറൂദാലിക്ക, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവരെ വിമർശിച്ചു എന്നർത്ഥം. അങ്കറൂദാലിക്ക, വിമർശിച്ചു. ഖാല സുഹൈറുൻ حدثنا أبو إسحاق عن البراء في حديثه هذا أنه مات للقبلة قبل أن تحول رجال. ഖിബല ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് കഅബയിലേക്ക് മാറ്റുന്നതിന് മുമ്പ് കുറേ ആളുകൾ മരണപ്പെട്ടു പോയി. വഖുതിലു, വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് കുറേ ആളുകൾ. ഫലം നദ്രി മാ നഖൂലു ഫീഹിം, ഇങ്ങനൊരവസ്ഥ സ്വഹാബത്തിനുണ്ടായിരുന്നു. ഫഅൻസലല്ലാഹു തആല വമാ കാന അല്ലാഹു ലിയുദിയ ഈമാനക്കും. ഇവിടെ അങ്ങനെയൊക്കെ ആയിട്ടും ഈമാൻ എന്നുള്ളതാണ് ഉപയോഗിച്ചത്, പശ്ചാത്തലമൊക്കെ ഇതാണ്. എന്നിട്ട് പോലും വമാ കാന അല്ലാഹു ലിയുദിയ സ്വലാത്തക്കും എന്ന് പറയുന്നതിന് പകരം ലിയുദിയ ഈമാനക്കും. അപ്പം അങ്ങനെ നിസ്കരിക്കാൻ പ്രചോദനമായൊരു ഈമാനുണ്ടല്ലോ, ആ ഈമാനൊന്നും അള്ളാഹു നഷ്ടപ്പെടുത്തൂല എന്നതിന് വേണമെങ്കിൽ അങ്ങനെ അർത്ഥം വെക്കാം. ഇവിടെ ലിയുദിയ ഈമാനക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ലിയുദിയ സ്വലാത്തക്കും എന്ന് തന്നെയാണ്. ബാബു ഹസ്നി ഇസ്ലാമിൽ മർഅ. ഒരാൾ മുസ്ലിം ആയാൽ അയാളുടെ ഇസ്ലാം ഫഅഹ്സന എന്ന് പറയുന്ന ഒരു സാഹചര്യവും ഫഅഹ്സന ഇസ്ലാമുഹു അല്ലെങ്കിൽ ഫഹസുന ഇസ്ലാമുഹു, സാ ഇസ്ലാമുഹു എന്ന് പറഞ്ഞാൽ എന്താ, അയാൾ പിന്നെ അതിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം ഒന്നല്ല പിന്നെ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അയാളുടെ മനസ്സ് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലായിരുന്നു, നിഫാഖായിരുന്നു എന്ന് വരും. قال مالك أخبرني زيد بن أسلمة أن عطاء بن يسار أخبره أن أبا سعيد الخدري رضي الله عنه وعنهم جميعا أخبره أنه سمع رسول الله صلى الله عليه وسلم يقول إذا أسلم العبد فحسن إسلامه يكفر الله عنه كل سيئة كان زلفها. أن أبا سعيد الخدري رضي الله عنه أخبره أنه سمع رسول الله صلى الله عليه وسلم يقول إذا أسلم العبد فحسن إسلامه يكفر الله عنه كل سيئة كان زلفها وكان بعد ذلك القصاص الحسنة بعشر أمثالها إلى 700 ضعف والسيئة بمثلها إلا أن يتجاوز الله عنها. കാര്യങ്ങൾ ക്ലിയറാണ്. ഇത് അസ്ലമൽ അബ്ദു ഫഹസുന ഇസ്ലാമുഹു എന്ന് പ്രവാചകർ പറഞ്ഞു. നമ്മുടെ ബാബിന് അങ്ങനെ തന്നെയാണ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഹുസ്നു ഇസ്ലാമിൽ മർ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾ മുസ്ലിം ആയാൽ പിന്നെ അതിനൊരു ഹുസ്നിയത്ത് വരുന്ന സാഹചര്യമുണ്ട് എന്ന് ഇതിന് കിട്ടുമല്ലോ ഈ ഹദീസിൽ നിന്ന്. ഫഹസുന ഇസ്ലാമുഹു, യുക്കഫിറുല്ലാഹു അൻഹു കുല്ല സയ്യിഅ കാന സലഫഹ വകാന ബഅദ ദാലികൽ ഖിസാസ്. പിന്നെ അതിന് ശേഷമാണ് അതിന് ശേഷം ചെയ്ത കാര്യങ്ങളൊക്കെയാണ് രേഖപ്പെടുത്തപ്പെടുക. ആ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളനുസരിച്ച് അവന് ശിക്ഷ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരാൾ മുസ്ലിം അവരോട് കൂടെ
യുക്കഫിറുല്ലാഹു അൻഹു കുല്ല സയ്യിഅത്തിൻ കാന സലഫഹ, മുമ്പ് ചെയ്തതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. വക്കാന ബഅദ ദാലിക ഖിസാസ്, പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെടും, അതനുസരിച്ച് അദ്ദേഹത്തിന് ശിക്ഷ ഉണ്ടാവും. അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ ഇലാ 700 ളഅഫിൻ, ഒരു ഹസനത്ത് മിനിമം 10 ഇരട്ടി പ്രതിഫലം, ഇലാ 700 ളഅഫിൻ അങ്ങോട്ടൊക്കെ എത്താം. എന്ന വസിയ്യത്ത് ബിമിസ്ലിഹ, സയ്യിഅത്ത് അതിൻ്റെ ശിക്ഷ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇല്ല യതജാവസ് അല്ലാഹു അൻഹ, അത് തന്നെ അള്ളാഹു അഫു ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ ഉണ്ടാവും. ഹസനത്ത് ഇരട്ടിപ്പിക്കുക എന്നുള്ളത് അത് അള്ളാഹു നൽകുന്ന ഔദാര്യമാണ്, തഫദ്ദുലുൻ മിൻ അല്ലാഹ്. എന്നാൽ ചെയ്ത തെറ്റിൻ്റെ അപ്പുറം ശിക്ഷ കിട്ടൂല, കാരണം അള്ളാഹു ആദിലാണ്. ചെയ്ത തെറ്റിന് അള്ളാഹു മാപ്പ് തരാം, തഫദ്ദുലൻ മിൻ അല്ലാഹ്. حدثنا إسحاق بن منصور قال حدثنا عبد الرزاق قال أخبرنا معمر عن همام بن منبه عن أبي هريرة رضي الله عنه وعنهم جميعا قال قال رسول الله صلى الله عليه وسلم إذا أحسن أحدكم إسلامه. അപ്പോൾ ഇസ്ലാമിനെ ആരെങ്കിലും ഇഹ്സാൻ നന്നാക്കിയാലെന്ന് ഒന്നുകൂടെ, ഇദാ അഹ്സന അഹദുക്കും ഇസ്ലാമഹു. അപ്പോൾ ഇസ്ലാമിനെ ഇസ്ലാമിനെ ഇസാത്തിലാക്കുക. ഒരാൾ അയാളുടെ ഇസ്ലാമിനെ മുസ്ലിമാണെന്ന് പറഞ്ഞു, അയാൾ നാവ് കൊണ്ട് പറഞ്ഞു, എന്നിട്ട് പിന്നെ മനസ്സിലൊക്കെ അയാൾ കുഫ്രിയത്താണ് കൊണ്ടെടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ചില പ്രവർത്തനങ്ങളൊക്കെയാണ് അയാൾക്ക് ഉണ്ടാവുക. അതാണ് ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് വരിക. ഇദാ അഹ്സന അഹദുക്കും ഇസ്ലാമഹു ഫകുല്ലു ഹസനത്തിൻ യഅമലുഹാ തുക്തബു ലഹു ബിഅശ്രി അംസാലിഹ ഇലാ 700 ളഅഫിൻ വകുല്ലു സയ്യിഅത്തിൻ യഅമലുഹാ തുക്തബു ലഹു ബിമിസ്ലിഹ. ഈ വിഷയത്തിൽ സമാനമായ അറിയും ധാരാളം ഹദീസുകളുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലൊക്കെ വന്ന് ഒരു ഹദീസ് നമുക്ക് ഇവിടെ ഒന്ന് കേൾക്കാം. عن ابن مسعود رضي الله عنه قال قال رجل يا رسول الله أنؤاخذ بما عملنا في الجاهلية قال من أحسن في الإسلام لم يؤاخذ بما عمل في الجاهلية ومن أساء في الإسلام أخذ بالأول والآخر. അവിടെ മൻ അഹ്സന ഫിൽ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ലാഹിറുകൊണ്ടും ബാത്തിനോടൊക്കെ ഇസ്ലാമിലേക്ക് കടന്നാൽ, വമൻ അസാ ഫിൽ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവൻ പ്രത്യക്ഷത്തിൽ മാത്രമേ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ. ലാഹിറിൽ മാത്രം അദ്ദേഹം ഇസ്ലാമിൻ്റെ കാര്യങ്ങൾക്ക് വിധേയനാണ്, ആ രീതിയിലേ വന്നിട്ടുള്ളൂ എങ്കിൽ ഉഖിദ ബിൽ അവ്വലി വൽ ആഖിർ എന്നാണ് ഇവിടെ പറഞ്ഞത്. മുമ്പ് ചെയ്ത പാപവും പിന്നീട് ചെയ്ത പാപവും ഒക്കെ പിടിക്കപ്പെടുമെന്ന്, അതിനനുസരിച്ചൊക്കെ അദാബുണ്ടാകും. ഉഖിദ ബിഹി, ഇസ്ലാമാണ്, ഇസ്ലാമിലേക്ക് വന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ഷഹാദത്തിൻ്റെ കലിമ കൊണ്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പും ശേഷമൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളെ കൊണ്ട് പിടിക്കപ്പെടും. ആ തിന്മകൾക്കൊക്കെ ശിക്ഷ ഉണ്ടാവും. അടുത്തത് ബാബൻ. ഇപ്പം നമ്മൾ വായിച്ചതിൻ്റെ ഭാഗമായിട്ട് വേറെയും ഹദീസുകളുണ്ട്. അഖ്റജ മുസ്ലിമുൻ വ അഹ്മദ് വ ആഖറുൻ ഹക്കീം ഇബ്നു ഹിസാം എന്നൊരു ഹദീസുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദ്ദേഹം ചോദിക്കുകയാണ്, അറഅയ്ത ഉമൂറൻ കുന്തു അതഹന്നസു ബിഹാ ഫിൽ ജാഹിലിയ്യ ഹൽ ലീ ഫീഹാ മിൻ ഷൈ. ഞാൻ ജാഹിലിയ കാലത്ത് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു, എൻ്റെ ജാഹിലിയത്തിൽ, ഇസ്ലാമിൻ്റെ മുമ്പ് തന്നെ എന്ന്. അദ്ദേഹത്തിൻ്റെ ജാഹിലിയത്താണ്, മൊത്തത്തിൽ ജാഹിലിയത്തിൻ്റെ സമീപമാണ്. ഹൽ ലീ ഫീഹാ മിൻ ഷൈ, എന്തെങ്കിലും പ്രതിഫലം ഉണ്ടാവുകയാണ്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലംത അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ. അപ്പോൾ മുമ്പ് ചെയ്ത ഖൈറൊക്കെ നിലനിൽക്കുകയാണ് ഇസ്ലാമിലേക്ക് വന്നത്. മുസ്ലിം അവരോട് കൂടെ പൊളിഞ്ഞു പോകുന്നത് മുമ്പുള്ള നന്മകളല്ലല്ലോ, തിന്മകളെ പൊളിഞ്ഞു പോകുന്നുള്ളൂ.
ഇത് സമാനമായ ഹദീസുകളുടെ വ്യാഖ്യാനത്തിൽ ഇമാം നബി റഹിമഹുള്ളയും അല്ലാത്തവരൊക്കെ കാര്യമായി പറയുന്നുണ്ട്. قال العلماء في الكافر إذا كان يفعل الخير فإنه يخفف عنه به فلا يبعد أن يزاد به أجره لو أسلم. إن حسنات الكافر نافية له في الآخرة كالحلم وصلة الرحم والصدقة ولكن لم تكن هذه الحسنات منجية له من النار. നരകത്തു നിന്നാണ് രക്ഷപ്പെടുത്തുക എന്നുള്ളതിന് എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല. അയാൾക്ക് ഈമാൻ ഇല്ലെങ്കിൽ, ഷഹാത്ത് കലിമ ഉച്ചരിച്ച് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് ഉച്ചരിക്കുക ഇത് ചെയ്താൽ മാത്രമേ നരകത്തു നിന്ന് രക്ഷപ്പെടാൻ എന്നുള്ള സംഭവിക്കുള്ളൂ. അല്ലാത്ത ഗുണങ്ങൾ ഒരു പക്ഷേ അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കൊണ്ട് കിട്ടിയേക്കാം. നരകത്തു നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് അത് ഈമാന് മാത്രമാണ്. ഈമാനുള്ള ഒരാൾ എത്ര തെറ്റ് ചെയ്താലും അയാൾക്ക് നരകത്തിൽ ഹുലൂദ് ഉണ്ടാവില്ല. അയാൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് പോരും. ഈമാൻ ഉണ്ടെങ്കിൽ നരകത്തിൽ ഹുലൂദില്ല. ഈമാൻ ഇല്ലെങ്കിൽ നരകത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ല. ബാബൻ അഹബ്ബുദ്ദീനി ഇലല്ലാഹി അദ്വമു. حدثنا محمد بن المثنى حدثنا يحيى عن هشام قال أخبرني أبي عن عائشة رضي الله عنها وعنهم جميعا أن النبي صلى الله عليه وسلم دخل عليها وعندها امرأة. പ്രവാചകരുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ഒരു സ്ത്രീ, ഒരു വനിത ഉണ്ടായിരിക്കെ പ്രവാചകർ വന്നു. ഖാല മൻ ഹാദിഹി, ആരായിരുന്നു അതെന്ന് ചോദിച്ചു. ഖാലത്ത് ഫുലാനത്തു തുദ്കറു മിൻ സ്വലാത്തിഹ, അത് ഇന്നാലിന്നവരാണ്, അവരുടെ നിസ്കാരത്തിൻ്റെ ആധിക്യമൊക്കെ പറയപ്പെടാറുണ്ട്. ആളുകൾ അങ്ങനെ പറയാറുണ്ട്, വല്ല നിസ്കാരക്കരുത്തിയാണെന്ന്. ഖാല മഹ്, പ്രവാചകരോട് അങ്ങനെയാണ് പറഞ്ഞത്. മഹ് അലൈക്കും ബിമാ തുതീഖൂൻ, അപ്പോൾ ആ ഒരു സാഹചര്യത്തെ അവിടെ സപ്പോർട്ട് ചെയ്യല്ല ചെയ്തിട്ടുള്ളത്. മഹ് എന്നാണല്ലോ പറഞ്ഞത്. ആ വർത്താനോട് നിർത്താനാണ് പറയുന്നത്. അങ്ങനെ പറയണ്ടെന്ന്. ഒക്കുഫുഫ് എന്നാണ് അതിനർത്ഥം വരിക. അപ്പോൾ അതങ്ങനെ പറയണ്ട. അലൈക്കും ബിമാ തുതീഖൂൻ, നിങ്ങൾക്ക് സ്ഥിരമായി കൊണ്ടെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അതാണ് ചെയ്യേണ്ടത്. അലൈക്കും ബിമാ തുതീഖൂൻ ഫവല്ലാഹി ലാ യമല്ലു ഹത്താ തമല്ലു. നിങ്ങൾക്ക് മലൽ വന്നാലേ അള്ളാഹ്ക്ക് മലൽ വരുള്ളൂ. നിങ്ങൾക്ക് മലൽ വരുന്നവരെ അള്ളാഹ്ക്ക് മലൽ വരില്ല. അപ്പം നിങ്ങൾ ഇടങ്ങാറായിട്ട് മുബാലാത്ത് കാണിക്കുക. നേരത്തെ അല്ലെങ്കിൽ മുഷാഹത്ത് ദീന അഹദൻ എന്ന് പറഞ്ഞ പോലെയുള്ള മുഷാഹത്ത് മുബാലാത്ത് കാണിക്കുക, എന്നിട്ട് മലൽ വരിക. ഫവല്ലാഹി ലാ യമല്ലു ഹത്താ തമല്ലു വകാന അഹബ്ബദ്ദീനി ഇലൈഹി മാ ദാവമ അലൈഹി സ്വാഹിബുഹു. അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടാവാനാണല്ലോ അമൽ ചെയ്യുന്നത്. വകാന അഹബ്ബദ്ദീനി ഇലൈഹി, അള്ളാഹിലേക്ക് ഏറ്റവും ഇഷ്ടം, മതത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും ഇഷ്ടം മാ ദാവമ അലൈഹി സ്വഹിബുഹു, സ്ഥിരമായി ചെയ്യാൻ പറ്റുന്നതാണ്. ബാബു സിയാദത്തിൽ ഈമാനി വ നുഖ്സാനി വ ഖൗലില്ലാഹി തആല വസിദ്നാഹും ഹുദ. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്നാണ് ബാബിൻ്റെ ടൈറ്റിൽ തന്നെ. സമാനമായ ചില ബാബുകളൊക്കെ മുമ്പ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. പൊതുവെ ചർച്ച ആ ഭാഗത്തു കൂടെ കടന്നു പോയിട്ടുണ്ട് പലപ്പോഴും. വസിദ്നാഹും ഹുദ വയസ്ദാദുല്ലദീന ആമനു ഈമാനാന്നുള്ള പറഞ്ഞല്ലോ. ഖാല അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഈമാനക്കും എന്നർത്ഥം വെക്കുക എന്ന രീതിയിലാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അവിടെ കൊണ്ടുവരുന്നത്. ഫൈദാ തറക ശൈഅൻ മിനൽ കമാലി ഫഹുവ നാഖിസ്. അപ്പോൾ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കമാൽ വന്നിട്ടുണ്ട്. അതിന് മുമ്പുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ, അത് കമാലല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത് തന്നെ. അപ്പോൾ ഇവിടെ ദീനോടൊക്കെ ഉദ്ദേശിക്കുന്നത് ഈമാനാണ്. അപ്പോൾ ഈമാൻ കൂടുക കുറയുക എന്നുള്ളതിന് അതിന് തെളിവ് പിടിക്കുകയാണ്. حدثنا مسلم بن إبراهيم قال حدثنا هشام قال حدثنا قتادة عن أنس
رضي الله عنه وعنهم جميعا عن النبي صلى الله عليه وسلم قال يخرج من النار من قال لا إله إلا الله وفي قلبه وزن شعيرة من خير. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആൾ അവരുടെ മനസ്സിൽ വസ്നു ഷായിറത്തിൻ മിൻ ഖൈർ ഉണ്ടെങ്കിൽ അയാൾ നരകത്തു നിന്ന് പുറത്തേക്ക് പോരും, അതിൻ്റെ ചെയ്ത തെറ്റുകളുടെ ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട്. വയഖ്റുജു മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഫി ഖൽബിഹി വസ്നു ബുർറത്തിൻ മിൻ ഖൈർ. ഇവിടെ ബുർറത്താണ് ഉപയോഗിച്ചത്, ആദ്യം പറഞ്ഞിടത്ത് ഷായിറത്താണ് ഉപയോഗിച്ചത്. ബുർറത്ത് അറിയുമ്പോൾ ഗോതമ്പല്ലേ, അപ്പോൾ അതിലേറെ വലിയൊരു സാധനത്തിന് അല്ല, അതിലേറെ അതെ വലിയൊരു സാധനത്തിനാണ് ഇവിടെ ഷായിറത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ويخرج من النار من قال لا إله إلا الله في قلبه وزن ذرة من خير. ധൂളികളുടെ തൂക്കം ذرة ذرة الهباء الذي يظهر في شعاع الشمس. قال أبو عبد الله قال أبان حدثنا قتادة حدثنا أنس رضي الله عنه وعنهم جميعا عن النبي صلى الله عليه وسلم من حدثنا أنس عن النبي صلى الله عليه وسلم. അപ്പോൾ ഈ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറയാണ് قال أبان حدثنا قتادة, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഹദ്ദസന അനസുൻ, ഇവിടെ അനസ് എന്നവരിൽ നിന്ന് ഖത്താദ എന്നവർ തന്നെയാണ്, നേരത്തെ പോലെ. ഖത്താദ എന്നവരിൽ നിന്ന് അവിടെ ഹിഷാം എന്നവരാണ്, ഈ രണ്ടാമത് പറഞ്ഞിടത്ത് അബാൻ എന്നവരാണ്. ഇവിടെ ഈ റിവായത്തിൽ അബാൻ എന്നവരുടെ ഈ റിവായത്തിൽ മിൻ ഈമാനിൻ എന്നാണുള്ളത്, മക്കാന മിൻ ഖൈർ. മിൻ ഖൈർ എന്നതിൻ്റെ സ്ഥാനത്ത് മിൻ ഈമാൻ എന്നാണുള്ളത്. യഖ്റുജു മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഫി ഖൽബിഹി വസ്നു ശഈറത്തിൻ മിൻ ഖൈർ എന്നതിന് പകരം മിൻ ഈമാൻ എന്നാണുള്ളത്. حدثنا الحسن بن الصباح أنه سمع جعفر بن عون حدثنا أبو العميس أخبرنا قيس بن مسلم عن طارق بن شهاب عن عمر بن الخطاب رضي الله عنه وعنهم جميعا أن رجلا من اليهود قال له قال لعمر رضي الله عنه يا أمير المؤمنين آية في كتابكم تقرؤونها لو علينا معشر اليهود نزلت. ഖുർആനിൽ നിങ്ങൾ ഓതുന്നൊരായത്ത് ഞങ്ങൾ ജൂതന്മാർക്കാണ് ആയത്ത് ഇറങ്ങിയിരുന്നതെങ്കിൽ ലത്തഖദ്നാ ദാലിക്കൽ യൗമ ഈദ, അത് ഞങ്ങൾ ആഘോഷമാക്കുന്ന ദിവസത്തെ. ഖാല സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഖാല, ചോദിച്ചു എന്നർത്ഥം, അയ്യോ ആയ. ഖാല, അപ്പം ജൂതൻ്റെ മറുപടി അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന. വല്ലാത്ത ആയത്താണ് എന്തായാലും അത്. അപ്പോൾ ഖാല ഉമറു ഖദ് അറഫ്നാ ദാലിക്കൽ യൗമ വൽ മക്കാന അല്ലദീ നസലത്, അത് ഇറങ്ങിയ ദിവസവും സ്ഥലവും ഞങ്ങൾക്കെല്ലാം അറിയാം. ഖദ് അറഫ്നാ ദാലിക്കൽ യൗമ വൽ മക്കാന അല്ലദീ നസലത് ഫീഹി അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സ്ഥലമാണ് ഏത് ദിവസമാണ് നന്നായിട്ടറിയാം. അത് വഹുവ ഖായിമൻ ബി അറഫത്ത യൗമ ജുമഅ, വെള്ളിയാഴ്ച ദിവസം ആണ്, അറഫയുടെ ദിവസമാണ്. അറഫയിൽ പ്രവാചകൻ നിൽക്കുമ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അപ്പോൾ അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷത്തിൻ്റെ ദിവസം തന്നെയാണ് അർത്ഥം. ഇവിടെ വന്ന് ഈ യഹൂദി അത് കഅബുൽ അഹ്ബാർ എന്നവർ തന്നെ ആയിരിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് പിന്നെ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉമർ എന്നവരുടെ കാലത്താണ് അവർ മുസ്ലിം ആകുന്നത്. ബാബുൻ അസ്സകാത്തു മിനൽ ഇസ്ലാം വഖൗലുഹു തആല വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുഅ്തുസ്സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. حدثنا إسماعيل قال حدثني مالك بن أنس عن عمه أبي سهيل بن مالك. നാഫിയ ബിൻ മാലിക് എന്നവരാണത്, മുമ്പ് നമ്മളെ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. عن أبيه أنه سمع طلحة بن عبيد الله رضي الله عنهم جميعا يقول
ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്ലി നജ്ദ് സായിറു റഅസി യുസ്മഉ ദവിയു സൗതിഹി. മുടിയൊക്കെ അങ്ങനെ ജട പിടിച്ച ഒരാളാണ്. യുസ്മഉ ദവിയു സൗതി, ചോദിക്കുന്നതിൻ്റെ ഒരു ദവിയ് ഇങ്ങനെ കേൾക്കുന്നുണ്ടെന്നേ ഉള്ളൂ, കാര്യങ്ങൾ മനസ്സിലാവാത്തൊരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ദവിയ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു ഒച്ച തന്നെ, എന്നാൽ അതിന് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല, അതിനാണ് ദവിയ അറിയുക. വലാ യുഫ്ഖഹു മാ യഖൂൽ ഹത്താ ദനാ, അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ അടുത്തെത്തി. ഫൈദാ ഹുവ യസ്അലു അനിൽ ഇസ്ലാം ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖംസു സ്വലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല ഫഖാല ഹൽ അലയ്യ ഗൈറുഹാ ഖാല ലാ ഇല്ലാ അൻ തതവ്വഅ. അവിടെ ഇല്ല അൻ തത്തവ്വഅ എന്നുണ്ട്, അല്ലെങ്കിൽ ഇല്ല അൻ തതവ്വഅ. തതവ്വഅ എന്നാണെങ്കിൽ തത്തവ്വഅ ഒരു താൻ പോയതാണ്, അങ്ങനെ കളയാമെന്നാണല്ലോ രണ്ട് തവ വരുമ്പോൾ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയാമു റമളാൻ ഖാല ഹൽ അലയ്യ ഗൈറുഹു ഖാല ലാ ഇല്ലാ അൻ തതവ്വഅ ഖാല വദകറ ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സകാത്ത് ഖാല ഹൽ അലയ്യ ഗൈറുഹാ ഖാല ലാ ഇല്ലാ അൻ തതവ്വഅ ഖാല ഫഅദ്ബറ الرجل وهو يقول والله لا أزيد على هذا ولا أنقص ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ലഹ ഇൻ സദഖ. ഈ പറഞ്ഞ സത്യമാണെങ്കിൽ, ലാ അസീദു അലാ ഹദാ വലാ അൻഖുസ് എന്ന് പറഞ്ഞ സത്യമാണെങ്കിൽ അഫ്ലഹ, അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. ബാബുൻ ഇത്തിബാഉൽ ജനായിസ് മിനൽ ഈമാൻ. حدثنا أحمد بن عبد الله بن علي المنجوفي قال حدثنا روح قال حدثنا عوف عن الحسن ومحمد عن أبي هريرة رضي الله عنهم جميعا أن رسول الله صلى الله عليه وسلم قال من اتبع جنازة مسلم إيمانا واحتسابا وكان معه حتى يصلى عليها ويفرى من دفنها. നിസ്കാരമൊക്കെ നടന്നു, മറവ് ചെയ്യലും നടന്നു, അതുവരെ അവിടെ കൂടുണ്ടെങ്കിൽ ഫഇന്നഹു യർജിഉ മിനൽ അജ്രി ബിഖിറാത്തൈൻ കുല്ലു ഖിറാത്തിൻ മിസ്ലു ഉഹദിൻ. കണക്കില്ലാത്ത മുതലനർത്ഥത്തിനാണ് ഖിറാത്ത് ഉപയോഗിച്ചത്. فإنه يرجع من الأجر بقيراتين كل قيرات مثل أحد ومن صلى عليها ثم رجع قبل أن تدفن. മറവ് ചെയ്യുന്നതിന് മുമ്പ് മടങ്ങി പോകുന്നുണ്ടെങ്കിൽ فإنه يرجع بقيرات എന്ന്. قال أبو عبد الله البخاري رحمه الله പറഞ്ഞു تابعه عثمان المؤذن قال حدثنا عوف. ഈ റൗഹ് എന്നവർ ഔഫ് എന്നവരിൽ നിന്ന് ഹദീസ് സ്വീകരിച്ച പോലെ ഉസ്മാനുൽ മുഅദ്ദിൻ എന്നവരും സ്വീകരിച്ചിട്ടുണ്ടെന്ന് വരും. അവിടെ ഔഫ് എന്നവരുടേത് ഹസൻ എന്നവരും മുഹമ്മദ് എന്നവരും വരുന്നുണ്ട്. ഇവിടെ അൻ മുഹമ്മദ് എന്നേ വരുന്നുള്ളൂ. നബി ഹുറൈറത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്വഹു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.